പാത്രത്തിന്റെ പരസ്യമാണ്ടോ നല്ല കേട്ടോ ഈ കലം പിടിച്ചോണ്ട് നിൽക്കുന്നത്. ഇന്ന് നമ്മുടെ അമ്പലത്തില് പൊങ്കാലയാണ്. അപ്പൊ ഞങ്ങൾ എല്ലാവരും പൊങ്കാല ഇടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. ശീതൂട്ടി വെളുപ്പിന് 5 മണിക്ക് എണീറ്റുകൊണ്ട് തന്നെ നല്ല കട്ടക്കലിപ്പിലാണ് അമ്പലത്തിൽ നിൽക്കുന്നത് കേട്ടോ. ശീതൂട്ടി ഹാപ്പി ആണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഹാപ്പി ആയിരിക്കുവേ. അമ്മ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മുടെ റിലേറ്റീവ് ആണ്, ഞങ്ങളുടെ സ്വന്തം ദേവിച്ചേച്ചിയാണ്. പണ്ട് ഞങ്ങൾ ഒരുമിച്ചാണ് ഈ ഡാൻസ് ട്രൂപ്പിലൊക്കെ പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ദേവിച്ചേച്ചിയും. പിന്നെ ചേച്ചിയുടെ ചേച്ചി കലയെന്നാണ് പേര് കേട്ടോ. ഞാൻ പിള്ളേരെ കൊണ്ട് നന്നായിട്ട് ഇരിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇവിടെ തന്നെയാണ് പൊങ്കാല ഇടാൻ വേണ്ടി ഇരുന്നത്. ചായം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഞങ്ങൾക്ക് ഇന്ന് പൊങ്കാല. ഇവിടെ എല്ലാ വർഷത്തിനേക്കാളും എനിക്ക് തോന്നുന്നു ഈ വർഷം ഇച്ചിരി തിരക്ക് കൂടുതലാണോ എന്നേ സംശയമുള്ളൂ കേട്ടോ. അതുപോലെ ആളുണ്ടായിരുന്നേ. ഞാൻ വീഡിയോ എടുക്കാൻ ഫോൺ കയ്യിലെടുത്ത് അന്നേരം തന്നെ ചെയ്തിട്ട് കരച്ചിൽ തുടങ്ങും. എനിക്ക് അറിയാൻ വയ്യ അവളിത് മനഃപൂർവ്വം ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചു. അങ്ങനെ പൊങ്കാലയ്ക്കുള്ള തീയെല്ലാം നമ്മുടെ അടുപ്പുകളിലേക്ക് പകർന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നിൽക്കാനും ഇരിക്കാനും വയ്യാത്തതുപോലെ ചൂടും പുകയായിരിക്കും കേട്ടോ. എങ്ങോട്ടെങ്കിലും മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. പണ്ടൊക്കെ ഞാനും ചേച്ചി അമ്മയും കൂടെ സ്ഥിരമായിട്ട് വന്ന് പൊങ്കാല ഇടുന്ന ഒരു അമ്പലമായിരുന്നു കേട്ടോ ഇത്. ഇപ്പൊ പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്ക് പൊങ്കാല ഇടാൻ പറ്റാറില്ല. എന്നാലും അമ്മയുടെ കൂടെ ഞങ്ങൾ ഇങ്ങനെ ഇതുപോലെ വരാറുണ്ട് കേട്ടോ. ചേച്ചി പിന്നെ പുറത്തായതുകൊണ്ട് അവർക്ക് വരാൻ പറ്റില്ലല്ലോ. അമ്പലങ്ങളിലൊക്കെ പോയി പൊങ്കാല ഇടുന്നവർക്ക് ഞാൻ ഈ പറയുന്ന കാര്യം പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. പൊങ്കാല തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനം സന്തോഷമാണ് കേട്ടോ. ഇവിടെ പൊങ്കാല ഇടാൻ വരുന്നവർക്ക് രാവിലെയും ഉച്ചയ്ക്കും കഴിക്കാൻ ഭക്ഷണവും ഇതാ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് മോര് വെള്ളവും പിന്നെ നാരങ്ങ വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും പോയി ഒരു കുപ്പി നിറച്ച് നാരങ്ങ വെള്ളം മേടിച്ചിട്ടുണ്ടേ. ഞാൻ ഇതിന്റെ ഇടയ്ക്ക് നിന്ന് വീട് എടുക്കുന്നെങ്കിലും എന്റെ ശിവനെ കണ്ണും കണ്ണൂടെ ചെവയും കണ്ടോ എന്ന് പറഞ്ഞ അവസ്ഥയായിരുന്നു. അതുപോലെ പുകയായിരുന്നു കേട്ടോ. ചീതൂട്ടി ഇവിടെ കിടന്നു നല്ല ഉറക്കമായിട്ടുണ്ടേ. ചീതൂട്ടിയെ നോക്കാൻ ഞാൻ ഏൽപ്പിച്ച ആളുടെ തൊട്ടപ്പുറത്ത് നിന്ന് കാർട്ടൂൺ കാണുന്നുണ്ട്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു. ഇനി പൊങ്കാല ഇടുന്നതിന്റെ ഇടയിൽ എന്താണ് ഇത്രയും വലിയൊരു നീണ്ട ക്യൂ എന്ന് വെച്ചാൽ അവിടെ അന്നദാനം കൊടുക്കുവാണ്. പൊങ്കാല ഇടലെല്ലാം കഴിഞ്ഞിട്ട് അന്നദാനം മേടിക്കാൻ നിൽക്കുന്ന ക്യൂ ആണ് കേട്ടോ. കണ്ടപ്പോൾ തന്നെ എനിക്ക് തളർച്ച വരുന്നു മക്കളെ. പിള്ളേരെ കൊണ്ട് ക്യൂ നിൽക്കാൻ മടിച്ചിട്ട് ഞാൻ മാറിയെന്നെങ്കിലും അമ്മ തേണ്ട പോയി ഫുഡും കഴിച്ചിട്ട് ഞങ്ങൾക്കുള്ള ഫുഡ് മേടിച്ചോണ്ട് വന്നു കേട്ടോ. അങ്ങനെ പൊങ്കാലയൊക്കെ കഴിഞ്ഞിട്ട് ദേ പൊങ്കാല നിവേദ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ ചായം ക്ഷേത്രത്തിലെ ശംഭു പോറ്റിയെ. ഞാൻ എന്റെ കുഞ്ഞു പ്രായം മുതലേ ഈ പോറ്റിയെ കാണുന്നത് കേട്ടോ. ആ സെറ്റ് സാരിയിൽ പച്ച ബ്ലൗസ് ഇട്ടേക്കുന്ന ചേച്ചിയാണ് ഞങ്ങളുടെ ബിന്ദുസ് കേട്ടോ. ചേച്ചിക്ക് വ്ളോഗൊക്കെ ചെയ്യുന്ന ചേച്ചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മോന് ചെയ്തോട്ടെ കൂടെ ഇരുന്നിട്ട് അന്നദാനത്തിൽ കൂടെ കിട്ടിയ പാൽപ്പായസം ഇടുന്ന കഴിക്കുവാണ്. ചെയ്തോട്ടി ഇതേ കഴിക്കുന്നത് വലിയൊരു ഗ്ലാസ്സിലേക്കാണ്. ഇതങ്ങോട്ട് വായിലെത്താൻ കുറച്ച് സമയം എടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നു കേട്ടോ. അങ്ങനെ പൊങ്കാല എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് രാത്രിയിൽ പിന്നെയും കുളിച്ചിറങ്ങി അമ്പലത്തിൽ ഉത്സവം കാണാൻ വന്നിട്ടുണ്ട്. രാത്രി ഉത്സവം കാണാൻ ഒരു പ്രത്യേക വൈബല്ലേ. ഞങ്ങളെ കൊണ്ടുവിടാൻ നേരത്ത് അച്ഛൻ കൃത്യമായിട്ട് വണ്ടി ചവിട്ടി നിർത്തിയത് ഒരു ടോയ്സ് കടക്കാരന്റെ ഫ്രണ്ടിലായിരുന്നു. ദേ അവിടെ നിന്നപ്പോൾ തന്നെ പിള്ളേർ കരച്ചിൽ തുടങ്ങി. പിന്നെ രണ്ടുപേർക്ക് ഓരോന്ന് മേടിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. ചെയ്തോട്ടിക്ക് ഒരു കോഴി മേടിച്ചു കൊടുത്തു. അപ്പോഴും മുതൽ കോഴി മുട്ടയിട്ടില്ല എന്ന് പറഞ്ഞുള്ള കരച്ചിൽ. ദൈവം ഇതിന് ഞാൻ ഇനി എങ്ങനെ ഒന്ന് മുട്ടടിപ്പിച്ചെടുക്കും. വേണ്ട ഈ ആശാനിരുന്ന് ഊതിക്കൊണ്ടിരിക്കുന്ന സാധനം വീട്ടിൽ 4 ഉണ്ട്. എന്നാലും കൃത്യമായിട്ട് എവിടെ പോയാലും അവൻ ഇത് മാത്രം എടുക്കും. എനിക്കറിയാൻ വയ്യ. ഇനി എല്ലാവരും എന്താണ് ഇത്ര അക്ഷമയോട് കൂടി നോക്കി നിൽക്കുന്നത് വെച്ചാൽ വലിയ ഉരുളും നേർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് നോക്കുന്നത്. നമ്മുടെ ഇവിടുത്തെ അമ്പലത്തിലെ പ്രധാന നേർച്ചകളിൽ ഒന്നാണ് ഈ ഉരുൾ നേർച്ച. കുഞ്ഞു പിള്ളേർ മുതൽ വലിയ ആൾക്കാർ വരെ ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കാറുണ്ട്. ഇനി ഈ കുഞ്ഞു മണികൾ എന്തിനാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് വെച്ചാൽ കുഞ്ഞു പിള്ളേരുടെ താലപ്പൊലി ഉണ്ട്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എല്ലാ അമ്മമാരും അവരവരുടെ മക്കളെ നല്ല സുന്ദരികളായിട്ട് ഇവിടെ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ് താലപ്പൊലിക്ക്. ശീതൂട്ടി ഇത്രയും ചെറുതായതുകൊണ്ടാണ് ഞാൻ താലപ്പൊലി എടുക്കാത്തത്. അവൾ ഇച്ചിരി വലുതായി ഒന്ന് അറിവായതിനു ശേഷം എടുക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഇപ്പൊ എടുത്താലും അവൾ ഭയങ്കര കരച്ചിലായിരിക്കും കേട്ടോ. ഇതാണ് നമ്മൾ നേരത്തെ കണ്ട നമ്മുടെ സ്വന്തം ദേവശേച്ചിയുടെ കുഞ്ഞു മോള് കേട്ടോ. കുറെ വർഷത്തിന് ശേഷം കാത്തിരുന്ന് കിട്ടിയ മോളാണ്. അതുകൊണ്ട് തന്നെ അവർ എല്ലാ വർഷവും ചായത്തമ്മയുടെ നടയിൽ കുഞ്ഞിനെ കൊണ്ട് അവർ ഇതുപോലെ താലപ്പൊലി എടുപ്പിക്കാറുണ്ട്. കുഞ്ഞു മക്കളായതുകൊണ്ട് അവർ ഇതുപോലെ ഒരുക്കി നിർത്തുന്ന കാര്യം ഇച്ചിരി പാടാണ്. അമ്മമാർക്കൊക്കെ ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. നമുക്ക് പിന്നെ ഇന്നലെ ഒരു ചേട്ടൻ കമന്റ് ഇട്ടതുപോലെ എവിടെ പോയാലും ഫുഡ് അടിയാണല്ലോ മെയിൻ. ഈ പറയുന്ന ചേട്ടൻ ദിവസം 3 നേരം വായു മാത്രമേ ഭക്ഷിക്കാറുള്ളത്. എന്റെ തെറ്റല്ലല്ലോ. ഞങ്ങൾ എവിടെ പോയാലും ഫുഡ് കഴിക്കും കേട്ടോ. അങ്ങനെ ആദ്യം ഞങ്ങൾ ദേണ്ട ഓരോ ഐസ്ക്രീമിൽ അങ്ങോട്ട് തുടങ്ങി. ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല. കാരണം ഇപ്പോൾ തൊണ്ടയ്ക്ക് പണി കിട്ടിയിട്ട് അങ്ങോട്ട് മാറിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് കഴിക്കാൻ ഇച്ചിരി പേടിയായിരുന്നു. അതുകൊണ്ട് ഞാൻ ഐസ്ക്രീം കഴിച്ചില്ല. ഞാൻ അങ്ങോട്ട് കൈവച്ചത് മൊത്തം പാനിപൂരി പിന്നെ നമ്മുടെ കോളിഫ്ലവർ ബജിയില്ലേ, ബജിയെന്നോ പക്കോടെന്നോ അങ്ങനെയൊക്കെ പറയുമല്ലോ, ആ സാധനം ഉണ്ടല്ലോ അതാണ്. ഇവിടെ വന്നതിന് ശേഷം ഒരു 10-300 ആൾക്കാരോളം നമ്മൾ കണ്ടു. നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്തവരും നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ. ആരുടെയും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും എന്നോട് ക്ഷമിക്കണം കേട്ടോ. ഒത്തിരി പേര് ഒന്ന് സെൽഫിയൊക്കെ എടുത്തിട്ട് പോയി. എന്തായാലും ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ മനസ്സിന്. അങ്ങനെ ഞാനും അമ്മയും എന്റെ ശീതുവിനെ ഉറക്കി കിടത്തിട്ട് ഒരു സൈഡിൽ നിന്ന് പണി തുടങ്ങിയിട്ടുണ്ട് മക്കളെ. ഇനി ഈ കാണുന്ന ടോയ്സ് കട കാണാതെ എങ്ങനെയെങ്കിലും പിള്ളേരെ വീട്ടിലെത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടി ഞാൻ അങ്ങോട്ട് നീങ്ങട്ടെ. ഈ മുഖത്ത് വെക്കാൻ മാസ്ക് ഉള്ളതുപോലെ കണ്ണിൽ വെക്കാനും വല്ല മാസ്കും കിട്ടിയിരുന്നേ കൊള്ളായിരുന്നു. പിള്ളേർക്ക് 2 മേടിച്ചങ്ങോട്ട് വെച്ചു കൊടുക്കായിരുന്നു. ഞങ്ങൾ ഇന്ന് കോശേത്രം കഴിഞ്ഞിട്ട് നാളെ തിരിച്ച് ആയൂരുള്ള വീട്ടിലേക്ക് പോവുള്ളൂ. അതിനുശേഷം എല്ലാവർക്കും കമന്റ് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നടന്നു പോകുന്നവർക്ക് ദേഹം അടക്കുന്ന ഒരു ലോഡ് തണ്ണിമത്തൻ. എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഉത്സവം കാണാൻ തുടങ്ങട്ടെ. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് സഹായിക്കണേ. അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.